മലങ്കര സഭയ്ക്ക് ദൈവം നൽകിയ മണിമുത്ത്. ഭാരതത്തിലെ ഗ്രിഗോറിയോസ് എന്ന വിശേഷണത്തിന് സർവ്വതാ യോഗ്യൻ. ലഭിച്ച താലന്തുകളെ പല മടങ്ങാക്കി തിരികെ നൽകിയ വിശ്വസ്തദാസൻ. ശാസ്ത്രവും കമ്മ്യൂണിസവും മതചിന്തകളും ഒരേപോലെ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞ അത്ഭുത പ്രതിഭ. വിജ്ഞാനസാഗരം കൈവെള്ളയിലൊതുക്കിയ മഹാപണ്ഡിതൻ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. ആരായിരുന്നു ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുക അസാധ്യമാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള പരിജ്ഞാനം, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, താൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ ലോകവേദികളിൽ പറയാനുള്ള ധൈര്യം, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുള്ള മനസ്സ്, ആരെയും കൂസാത്ത ജീവിതം, അതേസമയം ദൈവ തിരുമുമ്പാകെ സ്വയം സമർപ്പിച്ച വ്യക്തിത്വം, ഇവയൊക്കെ സമന്വയിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു മാർ ഗ്രിഗോറിയോസ്. ലോക ദൈക്ഷണിക വേദിക്ക് ഭാരതം നൽകിയ മഹത്തായ ഒരു സംഭാവന. ലോക നേതാക്കളോടൊത്ത് വേദി പങ്കിടുമ്പോഴും അധ്വാനിക്കുന്നവർക്കും ചൂഷിതർക്കും വേണ്ടി ശക്തമായ ഭാഷയിൽ സംസാരിക്കുവാൻ ധൈര്യം കാട്ടിയ വിശ്വമാനവൻ. ഗ്രിഗോറിയോസ് എന്ന വാക്കിനർത്ഥം ഉണർന്നിരിക്കുന്നവൻ എന്നാണ്. ലോകം അജ്ഞതയുടെ നിദ്രയിലായിരിക്കുമ്പോഴും സ്വയം ഉണർന്നിരുന്ന് ലോകത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം യജ്ഞിച്ച ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വൈരുദ്ധ്യ തർക്കത്തിൽ വേർപിരിഞ്ഞ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലെയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലെയും ദൈവശാസ്ത്രജ്ഞന്മാർ തമ്മിലുള്ള ചരിത്ര പ്രധാനമായ കൂടിയാലോചനയുള്ള ചുക്കാൻ പിടിച്ചവരിൽ ഒരാളായിരുന്നു മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഡോക്ടറേറ്റുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. അമേരിക്കയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന 5000 പേഴ്സണാലിറ്റീസ് ഓഫ് ദ വേൾഡ്, 500 ലീഡേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്നീ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നത് ഭാരതീയരായ ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമം ഡൽഹി ഭദ്രാസന ചരിത്രവുമായി ചേർത്ത് വായിക്കുവാൻ കോണം കഴിയുന്നത് 1976 മുതലാണ്. 1975 ബാഹ്യ കേരള ഭദ്രാസനം വിഭജിച്ച് ഡൽഹി ഭദ്രാസനം രൂപീകൃതമാകുമ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തയായി അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിയമിതനാകുകയും 1976 ജൂലൈ മാസം 11-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഹോസ്ക സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് അന്നത്തെ കാതോലിക്കയായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി ഡൽഹിയുടെയും വടക്കിൻ്റെയും മെത്രാപ്പോലിത്തയായിട്ട് അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്യുകയുമായിരുന്നു ചെയ്തത്. ദ ബിഷപ്പ് ഓഫ് ഡൽഹി ആൻഡ് ദ നോർത്ത് എന്ന് തൻ്റെ ലെറ്റർ ഹെഡിൽ അക്കാലത്ത് തിരുമേനി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അഭിമന്യ തിരുമേനി ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഒരു ചുരുങ്ങിയ സഭയുടെ അല്ലെങ്കിൽ ചുരുങ്ങിയ ചിന്താമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് കേന്ദ്രമായി മാറിയത് ഹോസ്കാസ് കത്തീഡ്രലായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് ജനക്പുരിയിലേക്ക് മാറി ജനക്പുരി ദേവാലയത്തിൽ നിന്നും കൊണ്ടാണ് ഭദ്രാസന അരമന തുഗ്ലക്കാബാദിൽ പണി ആരംഭിക്കുന്നത്. 1984 ഭദ്രാസനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവിടേക്ക് അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന ശ്രീ ആർ വെങ്കട്ടരാമൻ ഉദ്ഘാടനം ചെയ്ത ഈ അനുഗ്രഹീതമായ മന്ദിരത്തിലേക്ക് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറുവാൻ തക്കവണ്ണം അക്കാലത്ത് ഇടയായി. ഇത് ഒരു കേവലം ഭദ്രാസനത്തിൻ്റെ കേന്ദ്രം എന്ന രീതിയിലല്ല തിരുമേനി വിഭാവനം ചെയ്തത്. ഇതിൻ്റെ പേര് തന്നെ ഇത് വ്യക്തമാക്കുന്നു, ഡൽഹി ഓർത്തഡോക്സ് സെൻറ്റർ. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഡൽഹിയിലെ വടക്കേ ഇന്ത്യയിലെ ഒരു കേന്ദ്രമായിട്ടാണ് തിരുമേനി വിഭാവനം ചെയ്തത്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിൽ ഈ ഡൽഹിയിലെ സാമൂഹികവും സാംസ്കാരികവും മതപരവും രാഷ്ട്രീയപരവുമായ എല്ലാ മേഖലകളിലും തനിക്ക് ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലമായി തന്നെ തിരുമേനി ഇതിനെ വിഭാവനം ചെയ്തു. ഒരു കാലത്ത് അനേക സമ്മേളനങ്ങൾ, അത് ഇന്റർ റിലീജിയസ് മീറ്റിംഗ്സ്, എക്യൂമെനിക്കൽ മീറ്റിംഗ്സ്,
അതോടൊപ്പം മറ്റ് രീതിയിലുള്ള സാമൂഹികമായ പ്രസ്ഥാനങ്ങളിലൊക്കെയും മീറ്റിങ്ങുകളുടെ ഒരു കേന്ദ്രമായി ഡൽഹി ഭദ്രാസന അരമന മാറിയിട്ടുണ്ട്. അക്കാലത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ, മാക്സ് മുള്ളർ ഭവൻ എന്നൊക്കെ പറയുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ ഡൽഹിയിലെ ആളുകൾ ഒത്തുകൂടുന്ന വേദികളിലൊക്കെയും ഗ്രിഗോറിയോസ് തിരുമേനി സ്ഥിര സാന്നിധ്യമായിരുന്നു. ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുവാൻ വെക്കണം വടക്കേ ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാലത്ത് തൻ്റെ നിരന്തരമായ സാന്നിധ്യം ഈ വേദികളിലൊക്കെ ഉണ്ടായപ്പോൾ ആ പേര് വടക്കേ ഇന്ത്യക്കാർക്ക് പരിചിതമായി മാറിയെന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഇരുന്നു കൊണ്ട് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റ് മേഖലകളിലെ പ്രവർത്തനങ്ങളും വ്യാപിപ്പിച്ചതോടൊപ്പം തന്നെ ലോക സഭകളുടെ കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അന്താരാഷ്ട്ര വേദിയിലും തൻ്റെ മികവ് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ വൈഭവം, വ്യക്തിവൈഭവം നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം കഴിയും. ഡൽഹിയിലെ പ്രധാന ദേവാലയങ്ങൾ അക്കാലത്ത് ഹോസ്കാസ് കത്തീഡ്രലും ജനക്പുരി ദേവാലയവും ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മയൂർവിഹാർ ഫേസ് 1 ദേവാലയം, രോഹിണി സെൻറ്റ് ബേസിൽ ദേവാലയം, ഈ ദേവാലയങ്ങളിലൊക്കെ അതിൻ്റെ പ്രാരംഭം കുറിച്ചത് അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അഭിമന്യ തിരുമേനിയുടെ ജീവിതം ഒരു അത്ഭുതമായി നമുക്കെല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെ ഡൽഹി ഭദ്രാസന ഏറ്റവും അഭിമാനിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്രാപ്പോലിത്തെ സഭ നൽകി എന്നതുകൊണ്ട് അത്യധികം അഭിമാനിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ ജീവിതം കേവലം ഉന്നതമായ മേഖലകൾ മാത്രമായിരുന്നില്ല. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കരിങ്കൽ ഖനികളിൽ പണി ചെയ്യുന്ന ആളുകളുടെ കുഞ്ഞുങ്ങൾ, നിരക്ഷരരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ സ്ഥലത്ത് അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം വില്ലേജ് മിഷൻ ആരംഭിച്ച് സൗത്ത് ഡൽഹി പീപ്പിൾസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്ന രീതിയിൽ ബാലവാടികൾ ആരംഭിച്ച് അനേക കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകുവാൻ തക്കവണ്ണം തിരുമേനി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന ആളുകളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം സോഫിയ സാപ്ലിങ്സ് എന്ന രീതിയിൽ പേരിൽ മറ്റൊരു സ്ഥാപനവും ഡൽഹിയിൽ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ആധ്യാത്മികവും വിദ്യാഭ്യാസപരവും സാമൂഹികമായ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച ഒരു മെത്രാപ്പോലിത്ത ഡൽഹിക്കുണ്ടായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അദ്ദേഹം കാലം ചെയ്തിട്ട് 25 വർഷം പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ ഒരു ദീർഘമായ കാലമാണെങ്കിലും ഭദ്രാസനത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് അത്രയും കാലമായി അദ്ദേഹം കടന്നുപോയി എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സിൽ, അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരുടെയും മനസ്സിൽ നിരന്തരമായി ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായ അഭയം പ്രാപിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം എത്രമാത്രം പ്രശസ്തനായിരുന്നുവെന്ന് ശ്രീ കുര്യൻ ഫിലിപ്പ് ഒരനുഭവത്തിൽ കൂടി പങ്കുവയ്ക്കുന്നു. വിദേശ യാത്രയിലായിരുന്ന ഒരു സന്ദർഭത്തിൽ ഡൽഹി ഭദ്രാസനത്തിലെ ഷാർജ ഇടവകയ്ക്ക് വളരെ അത്യാവശ്യമായി തിരുമേനിയുടെ ഒരു കൽപ്പന വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരം അനുസരിച്ച് ആ സ്ഥലങ്ങളിലൊക്കെയും ശ്രമിച്ചെങ്കിലും ഭാഷാ പ്രശ്നം മൂലം അത് സാധിച്ചില്ല. അവസാന ശ്രമമെന്ന നിലയിൽ അദ്ദേഹം യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത വിമാന കമ്പനിക്ക് ഒരു ടെലഗ്രാം കൊടുത്തു. തിരുമേനിയെ ബന്ധപ്പെട്ട് ടെലഗ്രാമിൻ്റെ വിവരം കൈമാറാൻ അവരോട് അഭ്യർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അല്പദിവസങ്ങൾക്കകം തിരുമേനിയുടെ കൽപ്പന ആ ഇടവകയ്ക്ക് ലഭിക്കുകയും അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് മാത്രം മതിയായിരുന്നു വിമാന കമ്പനിക്ക് തിരുമേനിയെ കണ്ടുപിടിക്കാൻ. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചിന്തയും ദർശനവും മനസ്സിലാക്കുക അത്ര സുഗമമായ കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്താമേഖലകളുടെ വൈവിധ്യം തന്നെ. ക്രൈസ്തവ ദൈവവിജ്ഞാനീയം, ആധുനിക പാശ്ചാത്യ ദർശനം, ഹൈന്ദവ ബൗദ്ധ ദർശനം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നൂതന ഗവേഷണ ഫലങ്ങൾ, ഇന്ത്യയുടെ രാഷ്ട്രമീമാംസ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ദർശനം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥ, ലോകസമാധാനവും നിരായുധീകരണവും, മാർക്സിസ്റ്റ് ദർശനവും സമ്പദ് വ്യവസ്ഥയും, മനോവിജ്ഞാനീയത്തിലെ പുതിയ നീക്കങ്ങൾ, വിദ്യാഭ്യാസ ദർശനം,
സംസ്കാരങ്ങളുടെ സംഗമ പ്രക്രിയ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ആഴമേറിയ പരിജ്ഞാനമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെയും പ്രഗത്ഭരുടെയും സദസ്സുകളിൽ ആധികാരികമായ ഉൾക്കാഴ്ചയോടെ സംസാരിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാമർഥ്യം അനിതര സാധാരണമാണ്. How can one gauge the influence of such a versatile genius as the late Metropolitan Dr. Paulos Mar Gregorios in a person's life? Let me very briefly narrate how I first personally encountered Metropolitan Dr. Paulos Mar Gregorios. While I had heard of him and listened to him while he used to address MGOCSM meetings, it was during my studies at Fordham University, New York City, USA, that I first personally met the Metropolitan. He was staying there, and in course of my visits to the St. Mary's Orthodox Church, Bronx, and also my studies at Fordham, I came to know Metropolitan Mar Gregorios very closely. And he and I had many discussions. I shared my future plans with him, and he was of the opinion that once I had finished my studies in New Testament at Fordham University, I could come and join the faculty at the Orthodox Theological Seminary, Kottayam. At the conclusion of his stay at the time in New York, he called me to his room and blessed me and said that he had come to New York with a prayer that God would show him somebody to come and teach New Testament, and that my accepting his offer to teach at the seminary was seen as an answer to his prayers. I should say that that began, or rather was the beginning of this long encounter and close association with the late Metropolitan. Once I had been positioned at the Orthodox Theological Seminary as a member of its faculty, I constantly met him whenever he used to be there, and I used to talk with him, discuss issues with him, and learned so much both spiritually, theologically, and scripturally from the vast reservoir of knowledge and understanding that was the late Metropolitan Dr. Paulos Mar Gregorios. ഈ ദുശാഠ്യക്കാരനായ ചെറുപ്പക്കാരനെ എനിക്ക് എത്യോപ്യയിൽ വേണം. അയാൾ വരാൻ വിസമ്മതിക്കുകയാണ്. എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സെലാസി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ ആയിരുന്ന പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് ദിദ്വൻ ബാബയോട് പറഞ്ഞ ഈ പരാതി മറ്റാരെപ്പറ്റിയും ആയിരുന്നില്ല, ഒരു സാധാരണക്കാരനായ പോൾ വർഗീസിനെ കുറിച്ചായിരുന്നു. ചക്രവർത്തി പല മാർഗത്തിൽ കൂടി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ദൗത്യമായിരുന്നു പോൾ വർഗീസിനെ എത്യോപ്യയിൽ നിർത്തുക എന്നുള്ളത്. തൻ്റെ പൗത്രിയുടെ ഭാവി ഭർത്താവായി പോളിനെ കണ്ട ചക്രവർത്തി അദ്ദേഹത്തിന് എത്യോപ്യൻ പൗരത്വം വാഗ്ദാനം ചെയ്തു. എന്നാൽ ദൈവവിളി എന്തായിരുന്നുവെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നപ്പോൾ എല്ലാ പ്രലോഭനങ്ങളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും നേരിടാൻ തക്ക ഇച്ഛാശക്തി ആർജിച്ചിരുന്നു. എത്യോപ്യയിലെ സുഖസമൃദ്ധിയേക്കാൾ അഭികാമ്യം തനിക്ക് ലഭിക്കുന്ന 75 രൂപ ശമ്പളമാണെന്ന് തീരുമാനിച്ച വൈരാഗിയായിരുന്നു തിരുമേനി. ഓർത്തഡോക്സ് വിശ്വാസത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടിരുന്ന പാശ്ചാത്യ സഭകളിലെ ചിന്താസരണിക്ക് മാറ്റമുണ്ടായത് ഈ നൂറ്റാണ്ടിലാണ്. ഓർത്തഡോക്സ് വിശ്വാസം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണെന്ന ആദ്യ പിതാക്കന്മാരുടെ പ്രബോധനം തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതന്മാർ അവരുടെ വേദശാസ്ത്രപരമായ നിലപാടുകൾ പുനഃപരിശോധിക്കുന്നതിനും ഇടയായി. ഓർത്തഡോക്സ് വേദശാസ്ത്രം പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ മുൻനിരയിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. സഭൈക്യ വേദികളിൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വസ്തനും ശക്തനുമായ പ്രതിനിധിയും വ്യക്തവുമായിരുന്നു മാർ ഗ്രിഗോറിയോസ്. I would like to share some glimpses of how Metropolitan Dr. Paulos Mar Gregorios influenced the field of ecumenism, and from our church's perspective to measure the depth and the width of how much Metropolitan Mar Gregorios guided the ecumenical movement on a universal scale is very, very difficult to measure and quantify. I should say that
because he saw unification as part of his divine calling to bring together the various Christian bodies and communities together, it was one of his life challenges to, as much as possible, to contribute to all the churches coming to understanding, experiencing, knowing, and working towards better understanding and relationships. And I should say, first of all, that he was very responsible for bringing together what we now call the Oriental Orthodox Church family. And here, bringing together the Oriental Orthodox churches into a family and using that as a basis for relationship with other churches stands to the credit of the late Metropolitan. It was he, I think, who was influential in bringing together 1964 meeting of the heads of the Oriental churches, which is seen as a cornerstone or almost a foundational basis for how the Oriental churches function today. From that, one can also look at how Metropolitan Gregorios worked with the Eastern Orthodox churches, the family, to bring together an understanding of theology around Christology, and through the unofficial dialogue between the two, came to the understanding that Christologically, which was one of the major points of differences theologically between the two families, Metropolitan Gregorios, along with the other theologians of the Eastern Orthodox Church and the Oriental churches, brought together the two families to the conclusion that while there are verbal differences between the two families in terms of expressing Christology, basically and fundamentally, the two Orthodox families shared the same Christology, and that it accepted as basic the conclusion of Christological expressions, which said that the two natures of Jesus Christ remain unconfused, separate, at the same time as could not be, remain united together, very much in keeping with the Alexandrian Christology that was shared by the Oriental Orthodox churches. I should also point out that within the World Council of Churches, where Metropolitan Gregorios was of immense stature, that he was able to bridge the gulf between Orthodox churches and Protestant churches together, so that there was a greater understanding of orthodoxy, of understanding how orthodoxy viewed so many different topics and subjects. Altogether, I think Metropolitan Gregorios was an outstanding ecumenical person whose theological, scriptural beliefs helped him to guide all others to an understanding that shares God's will, that brought together all these churches together to work together, to share their beliefs, and at the same time to work towards better understanding and unity. I should also add that Metropolitan Gregorios Tirumeni was very influential in bringing together the Orthodox churches and the Catholic Church together. There's been a great deal of dialogue that took place between Malankara Orthodox Church and the Catholic Church bilaterally, and also all the dialogue that goes on between the Catholic Church and the Orthodox families, whether it's the Eastern or the Oriental. All these have been provided a guiding light by the late Metropolitan Dr. Paulos Mar Gregorios. So therefore, one cannot actually put into words and quantify the influence that Metropolitan Gregorios was on the ecumenic field. I think it was an enduring contribution that lives on, and it is our challenge today to take up those gains and to move forward and to make sure that these basic and fundamental gains that we have received are built upon and are furthered in the course of our various churches in the ecumenical movement.
1 ഡസനിലധികം ഭാഷകളിൽ മാർ ഗ്രിഗോറിയോസ് പ്രാവീണ്യം നേടിയിരുന്നു. 18 മാസം കൊണ്ട് എത്യോപ്യയിലെ അംഹാരിക് ഭാഷ പഠിച്ച് ഒരു വ്യാകരണ ഗ്രന്ഥം രചിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സൂര്യന് കീഴിലുള്ള ഏത് വിഷയവും വളരെ പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തിരുമേനിയുടെ അറിവ് ഒരു സമുദ്രം പോലെ പരന്നതും ആഴമേറിയതുമായിരുന്നു. ആയിരം വർഷം കൂടുമ്പോൾ അസാധാരണ ദിഷണാപാഠവുമുള്ളവർ ഭൂമിയിൽ ജനിച്ച് ലോകത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പരിശ്രമിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്തരം ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു മാർ ഗ്രിഗോറിയോസ്. സാധാരണ മനുഷ്യന് 300 വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 60 വർഷങ്ങൾ കൊണ്ട് സാധിച്ച യുഗപുരുഷൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് തീർത്തും അനുയോജ്യമാണ്. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് യേശു പറഞ്ഞത് പൗലോസ് മാർ ഗ്രിഗോറിയോസിൻ്റെ കാര്യത്തിൽ സത്യമായിരുന്നു. തൻ്റെ സ്വന്തക്കാരായ നാം അദ്ദേഹത്തെ മറക്കുമ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും മാർ ഗ്രിഗോറിയോസ് ആദരിക്കപ്പെടുകയും അദ്ദേഹത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന അത്ഭുത പ്രതിഭ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ഡോക്യുമെൻ്ററി. ഭാഗ്യസ്മരണാർഹനായ അഭിവന്ദ്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് കോട്ടയായിരിക്കട്ടെ.